ഹലോ ഗൈസ്, വെൽക്കം ടു കോളേജ് വ്ളോഗ്. കോളേജിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇലക്ഷൻ ഒക്കെ വരാനായി എന്നുള്ളത്. അതിന്റെ തെളിവുകളാണ് ഈ കണ്ടത്. MSFും SFIയും ഫ്രട്ടേണിറ്റിയും ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ അങ്ങനെ ക്ലാസ് നടക്കുമ്പോഴാണ് കുറെ എണ്ണം ഇങ്ങോട്ട് വരി എന്ന് വലിയ സംഭവമായിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് ചെന്നപ്പോണ്ട് 10 രൂപന്റെ കൈക്ക് നിന്നു. എന്നോട് അറിയാണ് ഞങ്ങൾക്ക് എക്സ്പെൻസ് ഉള്ളത് ഞങ്ങൾക്ക് തരുമോ. നിനക്കൊന്നും മനസ്സിലായില്ലല്ലോ. എനിക്കും ആദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഈ പിള്ളേരുടെ ഒരു കാര്യം സംഭവം ഓരോ കാര്യം നിറവേറ്റാനാണെന്നുണ്ടെങ്കിലും കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം. ഇപ്പൊ എന്തിനാ ഒരു ഡേറ്റ് നടക്കണെന്നുള്ളത് ഇവൻ പറഞ്ഞു. ട്രേഡിംഗ് ആണ്. നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് മോസ്റ്റ് വാല്യുബിൾ ആയി ഒന്ന് എത്തിക്കണം. ചലഞ്ച് ഞങ്ങൾക്ക് സംഭവം അതന്നെ NSSന്റെ കീഴിലുള്ള ഒരു ചലഞ്ചാണ്. ഏതായാലും പിള്ളേര് പറഞ്ഞല്ലേ വിചാരിച്ചിട്ട് ഓലേക്കത് ഞാൻ 5 വാങ്ങി 10 രൂപ കൊടുത്തും ചെയ്യും. ഇനി അടുത്ത ടീമിനെ ഞാൻ കാണും വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് വേഗം ക്ലാസ് എത്തിയപ്പോ SRന്റെ പീരീഡ് പിന്നെ പതിവ് പോലെ IV ചർച്ച നടക്കുന്നുണ്ട്. പാർട്സ് ക്ലാസ് എടുക്കാൻ വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര തലവേദന. അപ്പൊ ഞാനും ആസ്നിയും കൂടി ക്ലാസ്സിന് ഇറങ്ങി നേരെ സിക്ക് റൂമിൽ പോവാ വിചാരിച്ചു. ഇവിടെയാണ് നമ്മളെ സിക്ക് റൂം വരുന്നത്. ഞങ്ങളുടെ കോളേജിൽ സ്പെഷ്യൽ ആയിട്ട് ഗേൾസിനായിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ട്. അതാണ് ലേഡീസ് കോർണർ. അവിടെയാണ് സിക്ക് റൂമും പ്രേയറാളും ഒക്കെ വരുന്നത്. ഈ കാണുന്നതാണ് നമ്മളെ സിക്ക് റൂം. ഏകദേശം ഹോസ്പിറ്റൽ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ 3-4 ബെഡൊക്കെ കിടക്കുന്നുണ്ട്. കൂടുതലായിട്ടും പീരീഡ്സ് ടൈമിൽ ഞങ്ങൾ ഗേൾസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ സിക്ക് റൂം എന്ന്. ഏതായാലും പോയ സ്ഥിതിക്ക് ഞാനും വെറുതെ റെസ്റ്റ് എടുത്തേണ്ട പവറോണ്ടാ തോന്നുന്നു. അസ്നിയാന്റെ എല്ലാവിധ അസുഖങ്ങളും അപ്പോത്തിന് മാറി. പുറത്തിറങ്ങിയപ്പോ എല്ലാരും കൂടി അസ്നിയാനെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ വരും. അതും ആദ്യത്തെ പോലെ വേറെ എന്തോ സംഭവം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സോളജി ക്ലാസ്സിന് പോയി. പിന്നെ ലഞ്ച് ബ്രേക്ക് ആയി, ഫുഡ് കഴിക്കലായി, പതിപോലെ ഫുഡ് വാരലായി. അതൊക്കെ കഴിഞ്ഞ് ജസീല മിസ് ക്ലാസ് എടുക്കാൻ ക്ലാസ്സും ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് ഈ ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേന് ചരിത്രം കേട്ട ഒരു പരിവായിട്ടുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഒരാൾ മുഖം ചുവപ്പിക്കാൻ പെടാപ്പാട് പെടുന്നത്. പിന്നെ ഈ റഫാത്ത് സെക്യൂരിറ്റിന്റെ പിന്നാലെ അങ്ങനെ നടക്കണോ, ഗേറ്റ് തുറന്നേരി എന്താ സംഭവം എന്ന് കാണിച്ചത് ഇതന്നെ. വേറെ ഒന്നുമല്ല, നമ്മളെ കോളേജ് SFIന്റെ കീഴിൽ ഇന്ന് പരിപാടി നടക്കണ്ടേ. അത് നമ്മളെ കോളേജിന്റെ ഉള്ളിലേക്ക് നടക്കൂല, പുറത്ത് മാത്രമേ നടക്കുള്ളൂ. അതാണ് നമ്മുടെ കോളേജിന്റെ അതർ ഇപ്പൊ ഞാൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ അധികം ഇതാണ് കേൾക്കാണ്ട്. അതൊക്കെ പോട്ടെ, നമ്മളെ റഫീഖ് അവിടെ കൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ വീശി മീനൊക്കെ അങ്ങ് സ്വിച്ചിട്ട പോലെ ചാടിക്കളിച്ചിരുന്നു. കുറച്ചു നേരം ആ പരിപാടിയും കണ്ടു പിന്നെ അവിടെ നേരെ ബസ് കയറി പോന്നു. അപ്പൊ ഇനി